ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലബാർ ഫുഡി സിസ്റ്റേഴ്സ്. നല്ലൊരു കൂന്തൽ റോസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കോമ്പിനേഷനായിട്ട് നമുക്ക് നല്ല ചൂടുള്ള ചോറോ അല്ലെങ്കിൽ മൊരിഞ്ഞ പൊറോട്ട, അതെങ്ങനെയുണ്ട്? അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വെക്കാം കേട്ടോ. വലിയ കൂന്തൽ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ലേ, നല്ല റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ പിന്നെ കൂന്തൽ ക്ലീൻ ആക്കുന്ന കാര്യം പിന്നെ ആർക്കും അങ്ങനെ പറഞ്ഞു തരേണ്ടിയൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൻ്റെ തൊലിയൊക്കെ പോക്കി, ആ കമ്പൊക്കെ പോക്കി, മഷിയൊക്കെ പോക്കി, കുറച്ചൊരു ടാസ്ക്കാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ നമ്മളിതൊക്കെ ചെയ്തും പോവും. അതാണ് എങ്ങനെ അതന്നെ. അപ്പോൾ ഫസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി, ഒരു 3 തക്കാളിനെ ജ്യൂസ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മളുടെ ഫ്രൈയിങ് പാൻ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് സവാള, 2 സവാള തൊലി കളഞ്ഞരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സവാള ആഡ് ചെയ്തിട്ടുണ്ട്. സവാള ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ സ്പൂണിൽ 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ഉള്ളി നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ വഴണ്ട് വരുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട് എൻ്റെ സാറേ. അതെ, അത് തന്നെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളിതിലേക്ക് ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഇൻഡക്ഷനിലേക്ക് വരാൻ കാരണം എന്താ അറിയുക, ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയി. പിന്നെന്തായിരിക്കുക, നമുക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തേ. ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ അമ്മായി പറഞ്ഞു തന്നാ കേട്ടോ. എൻ്റെ അമ്മായി ഒരു അടിപൊളി കുക്കാണ്. അവരുണ്ടാക്കാത്തൊരു ഭക്ഷണമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബിരിയാണിയൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് ടാറ്റായെന്ന് പറഞ്ഞ് ഉണ്ടാക്കി കഴിയും. നമുക്കത്ര അടിപൊളിയായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം അല്ലേ. അങ്ങനെ നമ്മളിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളൊരു ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ്. പിന്നെ ആ സ്പൂണ് മുഴുവനായിട്ട് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും. ഈ 3 പൊടികളാണ് നമ്മൾ ആദ്യമായിട്ട് ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയത്. അപ്പം വഴറ്റുമ്പോഴാണ് ഈ പൊടികളും ഈ ഉള്ളിയും എല്ലാം കൂടെ മിക്സ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് തക്കാളി ആട്ടോ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ തക്കാളി ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഈ വഴറ്റിയതിന് ശേഷം എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാധനം ചേർക്കാൻ പോകുന്നത്. എന്താണ് അത്? നമ്മൾ കഴുകി വൃത്തിയാക്കിയ നല്ല അടിപൊളി കൂന്തൽ ഞാൻ ചട്ടിയിലാട്ടോ കഴുകിയത്. അങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ക്ലീനായ കൂന്തൽ നമ്മുടെ പാനിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മളിതിനെ നന്നായിട്ട് ഇളക്കുകയാണ് കേട്ടോ. ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ആ മിക്സി ഉണ്ടല്ലോ, നമ്മൾ തക്കാളി ജ്യൂസ് അടിച്ച മിക്സി, അതിലേക്ക് ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് കറക്കിയിട്ട് ആ വെള്ളം കൂടെ നമ്മൾ കൂന്തയിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ മല്ലിയില, ഇതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മല്ലിയില നമുക്ക് അരിഞ്ഞു വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കൂന്തളൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. കൂന്തൾക്കും വേവണം, പിന്നെ ഈ മസാലയും കൂന്തളും എല്ലാം കൂടെ ഒരു പരുവാവണമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മളൊരു 3/4 വേവാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്ന് വഴറ്റാൻ വെക്കുന്നുണ്ട് കേട്ടോ, വറ്റാൻ. അങ്ങനെ വറ്റി നല്ലൊരു പരുവത്തിലായി കിട്ടും കേട്ടോ. മൂടി വെച്ച് വേവിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം കുറുകി കൂന്തളെല്ലാം വെന്ത് ആ ഒരു പരുവ നോക്കൂ. അങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് കൂന്തൽ റോസ്റ്റ് കിട്ടിയിട്ടുണ്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ അപ്പാരം തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മല്ലിയില അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഞാൻ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചൂടുള്ള ചോറും അല്ലെങ്കിൽ മൊരിഞ്ഞ പൊറോട്ട, അതൊക്കെയാണ്. നമുക്കിന്ന് പൊറോട്ട ആട്ടോ കിട്ടിയത്. അപ്പോൾ ഈ പൊറോട്ടയും കൂന്തൽ റോസ്റ്റും ഞാൻ പറയണ്ട അതിൻ്റെ ടേസ്റ്റ്.